ദർശനപ്രകാരം ഭാഗവതം ഗൃഹസ്ഥൻ വായിക്കുന്നുവെങ്കിൽ ഹോമാദികൾ ചെയ്യണം, പ്രായശ്ചിത്താദി ഹോമങ്ങൾ ചെയ്യണം. നിയമമാണ്. വൈരാഗ്യായിട്ടുള്ളവൻ വായിക്കുകയാണെങ്കിൽ ഭഗവത്ഗീത മുതലായത് ചൊല്ലണം. 2 നേരം. ഉപനിഷത്ത് പോലുള്ള ജ്ഞാനമാർഗപരങ്ങളായ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ശാന്തിമന്ത്രം വേണം. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മളിലെ ആസുരീ സമ്പത്തിയാകുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ട് വേണം ജ്ഞാനം വരാൻ. ആ ഹിംസയ്ക്ക് ശാന്തികർമ്മമായിട്ടാണ് ശാന്തിമന്ത്രം. ഇന്ന് സന്യാസത്തെ, അതിൻ്റെ നിയമങ്ങളെ, ഹൈന്ദവ ധർമ്മങ്ങളെ ഒക്കെ നിയന്ത്രിക്കുന്നത് പൂർണ്ണമായും കച്ചവട സംഘങ്ങളാണ്. അതിലേക്ക് വരുന്ന പുതിയ റിക്രൂട്ടുകൾക്ക് പോലും അറിയാത്ത കാര്യങ്ങൾ പലതും പത്രത്തിൽ നിന്നാണ് അറിയുന്നത്. പത്രങ്ങൾ തമ്മിൽ മത്സരിക്കുമ്പോൾ പല പുതിയ പുതിയ കൂട്ടുകളും ജനങ്ങൾക്ക് കിട്ടുകയാണ്. ഇവയ്ക്കൊക്കെ പ്രാചീനതയുടെ ബലമുണ്ട് എന്ന് വരുത്തി തീർക്കുവാനൊരു ശ്രമവും വളരെ കൂടുതലായിട്ട്. പ്രാചീനതയെപ്പറ്റി പറയുവാൻ അവകാശം ചോദ്യം ചെയ്യപ്പെടാത്തിടത്തോളം ആ രീതിയിൽ വളരുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നേരെ മറിച്ച് മറ്റു മതങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ സംഘടിതമായും അവയുടെ കെട്ടുറപ്പ് പ്രത്യേകമായും അവയുടെ എഴുതി വെച്ച നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അവ പ്രവർത്തിക്കുന്നുവെന്ന് തോന്നലുമുള്ളതുകൊണ്ട് അവിടെ കയറി ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കാനാവില്ല. പക്ഷെ ഭൂരിപക്ഷം വരുന്ന ഒരു ജനതയ്ക്ക് മേലാണ് ഈ തെറ്റുകൾ കൂടുതൽ അടിച്ചേൽപ്പിക്കുന്നതും ഈ തൃഷ്ണ കൂട്ടുന്നതും. ആ തൃഷ്ണയുടെ കൂട്ടലിൽ ആണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ ഈ അടുത്ത ഇടയിൽ ഭാഗവതത്തിൻ്റെ സപ്താഹം നടക്കുകയാണ്. ഏറ്റവും രസകരമായ വസ്തുത, ആ സപ്താഹ സ്ഥലത്ത് സ്വർണം പൂജിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു അക്ഷയ തൃതീയയിൽ. അപ്പോൾ അക്ഷയ തൃതീയയിൽ സ്വർണം പൂജിക്കാൻ കൊണ്ടുവരുമ്പോൾ ആചാര്യൻ പറഞ്ഞു കൊടുക്കേണ്ടതാണ്, അദ്ദേഹം വായിച്ച് അർത്ഥം പറയുന്ന പുസ്തകത്തിനകത്ത് സ്വർണത്തിലാണ് കലി ഇരിക്കുന്നത്. ഭാഗവതത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്, കലിക്കിരിക്കാനുള്ള സ്ഥലം നൽകിയിരിക്കുന്നത് സ്വർണത്തിനാണ്. കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഇപ്പം ഞാൻ കേൾക്കണം. നാരദൻ നടന്നു പോകുമ്പം ജനപദങ്ങളിൽ അന്നം കൊടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ളതായ രംഗങ്ങളൊക്കെ കണ്ട് പറഞ്ഞു വന്നു കഴിഞ്ഞ് ലാസ്റ്റ് ഈ കലിക്കിരിക്കാനുള്ള സ്ഥലം ഏറ്റവും ഒടുവിൽ പരീക്ഷത്തിനോട്, രാജാവിനോട് കലിക്കിരിക്കാനുള്ള സ്ഥലം ചോദിക്കും. കലി. അപ്പോഴാ സ്വർണത്തിലിരുന്നോളാൻ പറയും, സ്വർണം അതിലെ ഒരു സ്ഥലമാണ്. സ്വർണ്ണം ഉള്ളിടത്ത് കലിയുണ്ട്. ഇത് വായിച്ച് പഠിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇത് പൂജിച്ചു കൊടുക്കുകയാണ്. രസകരമാണ് സ്വാമിജി. വൈരുദ്ധ്യം മനസ്സിലാവുന്നു സ്വാമിജി. ഏറ്റവും രസകരമായ സംഭവം എന്ന് പറയുന്നത് ഭാരതീയ ദർശനപ്രകാരം, ഞാൻ അതുകൂടെ കൂടെ ചേർത്തോട്ടെ, 100% ദർശനപ്രകാരം ഭാഗവതം ഗൃഹസ്ഥൻ വായിക്കുന്നുവെങ്കിൽ ഹോമാദികൾ ചെയ്യണം, പ്രായശ്ചിത്താദി ഹോമങ്ങൾ ചെയ്യണം. നിയമമാണ്. വൈരാഗ്യായിട്ടുള്ളവൻ വായിക്കുകയാണെങ്കിൽ ഭഗവത്ഗീത മുതലായത് ചൊല്ലണം. 2 നേരം. എന്തിനാണ് ഈ ശാന്തി ഹോമങ്ങളും ഈ ചെയ്ത്തുമൊക്കെ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം അതിൽ തന്നെ പറയുന്നുണ്ട്. ഇതിനകത്തെ ഹിരണ്യകശിപു, ഹിരണ്യാക്ഷൻ മുതലായ ആളുകളെ വധിക്കുന്നത് വായിക്കുമ്പോൾ മാനസികമായി നമ്മൾ അതുമായി താതാത്മ്യം പ്രാപിക്കും. മനസ്സിലാവും. അങ്ങനെ താതാത്മ്യം പ്രാപിക്കുമ്പോൾ നമ്മളിൽ ആ ഹിംസ ഉണരും. അത് ശാന്തമാകണമെങ്കിൽ ഇത് വേണം. അതിൻ്റെ അർത്ഥം ഈ ഹിംസയല്ല എന്ന ദാർശനികമായ തലം മനസ്സിലാകുന്നവരെ ഇത് വേണം എന്നർത്ഥം എടുക്കാം തൽക്കാലം. പക്ഷെ 2 പേർ അതിലും അപകടമാണ്. ഉപനിഷത്ത് പോലുള്ള ജ്ഞാനമാർഗപരങ്ങളായ ഗ്രന്ഥങ്ങൾ വായിക്കുമ്പോഴും ശാന്തിമന്ത്രം വേണം. എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മളിലെ ആസുരീ സമ്പത്തിയാകുന്ന അജ്ഞാനത്തെ ഇല്ലാതാക്കിയിട്ട് വേണം ജ്ഞാനം വരാൻ. ആ ഹിംസയ്ക്ക് ശാന്തികർമ്മമായിട്ടാണ് ശാന്തിമന്ത്രം. ഇങ്ങനെ പഠിപ്പിക്കുന്ന ഒരു സംസ്കൃതിയിൽ നിന്ന് ഇമാതിരി ഒരവസ്ഥ ഉണ്ടാകുന്നത് എങ്ങനെ എന്നുള്ളിടത്താണ്
നമ്മൾ ഈ ചർച്ച ചെയ്യുന്നത്. അതെ, ആത്മീയ വണിക്കുകളുടെ ഒരു ആ കാര്യം. രംഗപ്രവേശവും തദ്വാര ഇതിൻ്റെ അന്തസത്തയ്ക്ക് പരിണാമവും വന്നതാണ് ഇതിന് കാരണം.